വളരെ വാചാലമായി സംസാരിക്കുന്നയാളാണ്. എന്നാൽ എപ്പോഴെല്ലാം ദൈവം മനുഷ്യനായി എന്നതിനെ കുറിച്ച് ഈ മന്ത്രി സംസാരിക്കുമ്പോൾ രാജാവ് പറയും അത് ദൈവത്തിന്റെ ശക്തിയില്ലായ്മയുടെയും ദൈവത്തിന്റെ ബലമില്ലായ്മയുടെയും ലക്ഷണമാണ്. ദൈവം ഇത്ര വലിയവനാണെങ്കിൽ പിന്നെ എന്തിനാണ് മനുഷ്യനാവുന്നത് എന്തിനാണ്? അതിന്റെ ആവശ്യമില്ലല്ലോ. എപ്പോഴും ഇവര് തമ്മിൽ ഇതിനെക്കുറിച്ച് തർക്കമാണ്. രാജാവിനൊരു മോഹം, അടുത്തു ഈ മന്ത്രിയും കുടുംബാംഗങ്ങളും എല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്തു. രാജാവിന്റെ മകൻ പനിയുടെ നല്ല പ്രയാസമുണ്ട്. അതുകൊണ്ട് മകനെ കൂടെ എടുക്കാമെന്ന് തീരുമാനിച്ച് അങ്ങനെ ഈ മന്ത്രിയാണ് രാജാവിന്റെ മകനെ കയ്യിലെടുത്തിരുന്നത്. അവരിങ്ങനെ നദിയിലൂടെ തടാകത്തിലൂടെ ഇങ്ങനെ മെല്ലെ യാത്ര ചെയ്യുമ്പോൾ പല കാര്യങ്ങൾ സംസാരിക്കുന്നു. അതിനിടയിൽ പെട്ടെന്ന് മന്ത്രിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞ് പുഴയിലേക്ക് വീഴുക. ഈ വള്ളത്തിൽ മന്ത്രിമാരുണ്ട്, പരിവാരങ്ങളുണ്ട്, സൈനികരുണ്ട്. എന്നാൽ ഇവരെ ആരെയും വിളിക്കാനോ അവരോടാരോടും ഇത് പറയാനോ നിൽക്കാതെ രാജാവ് തന്നെ നേരെ ഈ പുഴയിൽ ചാടി ഈ കുഞ്ഞിനെ രക്ഷിക്കും. ഒരു പരുവത്തിൽ ഈ കുഞ്ഞിനെ രക്ഷിച്ച് കരയിലെത്തിച്ചപ്പോഴാണ് മനസ്സിലായത് അതൊരു പാവയായിരുന്നു, യഥാർത്ഥത്തിൽ രാജാവിന്റെ മകനായിരുന്നില്ല. രാജാവ് കുപിതനായി, തന്നെ പറ്റിച്ചു. അതും ഒരു മന്ത്രി തന്നെ ഈ വിധത്തിൽ കോമാളിയാക്കിയതിൽ വല്ലാതെ ക്ഷുഭിതനായി. രാജസദസ്സിൽ അദ്ദേഹത്തെ വിളിപ്പിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ എന്നെ ഇങ്ങനെ അപമാനിച്ചത്? അപ്പൊ മന്ത്രി പറഞ്ഞു, രാജാവേ, എന്നോട് ക്ഷമിക്കണം. അങ്ങ് എപ്പോഴും പറയാറുണ്ട് ദൈവം മനുഷ്യനായത് ദൈവത്തിന്റെ ശക്തിയില്ലായ്മയുടെ ലക്ഷണമാണ്. അത് അങ്ങയെ ബോധ്യപ്പെടുത്തണം എന്നെനിക്കൊരു തോന്നലുണ്ടായി. അങ്ങയുടെ ഈ ധാരണ ഒന്ന് തിരുത്തണം. അങ്ങയുടെ മകൻ വെള്ളത്തിൽ മുങ്ങിച്ചാകാൻ തുടങ്ങിയപ്പോൾ അങ്ങ് എന്തിനാണ് സ്വയം ചാടിയത്? അത് പിന്നെ എന്റെ മകനല്ലേ? അപ്പോൾ മന്ത്രി പറഞ്ഞു, ഇത് തന്നെയാണ് ദൈവവും ചെയ്തത്. പാപത്തിൽ മനുഷ്യൻ മുങ്ങിത്താഴുമ്പോൾ നോക്കിയിരിക്കാൻ മറ്റാരോടെങ്കിലും ഇത് പറയാൻ ദൈവത്തിന് മനസ്സായില്ല. അതുകൊണ്ടാണ് തിരുമേനി പറഞ്ഞതുപോലെ തന്റെ സ്നേഹം തന്നെ തന്റെ സ്ഥലത്ത് നിന്ന് നമ്മുടെ അടുക്കലേക്ക് ഇറക്കിക്കൊണ്ടു.